നമ്മളിപ്പോൾ പോയിക്കുന്ന റോഡില്ലേ, ഇത് തമിഴ്നാടിൻ്റെ അത്യാവശ്യം നല്ല ഗ്രാമപ്രദേശമാണ്. എല്ലാവർക്കും സ്ഥലം ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒറ്റ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. രാമക്കൽമേട് മലയുടെ മേളിൽ കയറി ആ രാമക്കൽമേട് മല നമ്മൾ ഈ രാമക്കൽമേട് മലയുടെ മേളിൽ കയറി നിന്ന് നോക്കുമ്പോൾ എല്ലാവരും താഴെ മിക്കവരും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നേരെ തൊട്ട് താഴെ തന്നെ ഒരു അമ്പലം കാണാം. ഒരമ്പലം, ആ അമ്പലം എന്ന് പറയുന്നത് രംഗനാഥൻ കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലമാണ്. അപ്പൊ ആ അമ്പലത്തിലോട്ടുള്ള വഴിയാണ് നമ്മളിപ്പോൾ പോയിരിക്കുന്നത്. തമിഴ്നാടിന്റെ നല്ല വില്ലേജ് വ്യൂസ് എന്താന്ന് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഈ വഴി കൂടെ വന്നു. ഒത്തിരി ആൾക്കാരൊന്നും വന്നിട്ടുള്ള വഴിയല്ല, ഇച്ചിരി ഊടുവഴി. കമ്പത്തൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ രംഗനാഥൻ കോവിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റും. നല്ല തെങ്ങും തോപ്പും അതുപോലെ നല്ല കൃഷിയിടങ്ങളും, അതൊക്കെ നല്ല ആൾക്കാരും, വലിയ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല, നല്ല വളരെ മൈൻഡായിട്ടുള്ള ആൾക്കാരും ഒക്കെ കണ്ട് നമുക്ക് ഇതുപോലത്തെ തോപ്പിന്റെ അകത്തൂടെ നല്ല രസിച്ച് വണ്ടി ഓടിച്ച് കുറച്ച് മുന്തിരി കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് പലതരം കൃഷികളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വന്നാലേ ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നിട്ട് ആ കേരളത്തിൻ്റെ ആ മലനിരകളില്ലേ, അതിനെ നമുക്ക് താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ നോക്കി കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വ്യൂ പോയിന്റ് രംഗനാഥൻ കോവിൽ എന്നാണ് പറയുന്നത് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒക്കെ വേണമെങ്കിൽ ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്തു. ഇതുകൊണ്ട് അടിപൊളി എന്നൊക്കെ പറയും, ഇങ്ങോട്ട് നോക്കി അടിപൊളി വിഷ്വല, കാറ്റും നല്ല അടിപൊളി കാറ്റും, മുന്തിരിത്തോപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി കരിക്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലോട്ട് കയറി പോകുന്നത്. നല്ല വില്ലേജ് ഏരിയ, അതിൻ്റെ രസമുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കറങ്ങി നടന്ന ഇതുപോലത്തെ ഒരു വില്ലേജ് ഏരിയ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ കാലമായിട്ട് ആ വ്യൂ മേളിൽ നിന്ന് കാണുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് പോയി കാണണം, ഇതെങ്ങനെ സ്ഥലമൊന്നൊന്ന് കാണണം എന്ന് വെച്ചിറങ്ങിയതായിരുന്നു. എന്താണേലും നല്ല അടിപൊളി ഈ ക്ലൈമറ്റിലാണ് വരേണ്ടത്. നമ്മൾ നാട്ടിൽ നല്ല മഴയുള്ള ക്ലൈമറ്റിൽ എത്തുവാണെങ്കിൽ അടിപൊളി. ബോഡിയൊക്കെ പോണ റൂട്ട്, അതായത് ബോഡി തേവാരം പോണ റൂട്ടിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യണം ഈ രംഗനാഥൻ കോവിൽ. എനിക്ക് തോന്നുന്നു വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ അവിടെ അമ്പലം തുറക്കത്തുള്ളൂ. ദീപാവലിക്ക് തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞതൊക്കെ. അപ്പം ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ വേറെ മൂഡ് ഫെസ്റ്റിവലൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എക്സ്പ്ലോർ ചെയ്യുക, എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അത് ഇത് കണ്ടത് ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി, ഇത് ഒരു രസം തന്നെയാണ് കാണാൻ. നമ്മുടെ രാമക്കൽമേട് അത് ഈ കാണുന്നത് ഏറ്റവും മേളിലെ മലയായിട്ട്. അപ്പം നമുക്കതിൻ്റെ ചോട്ടിൽ പോയി നിന്ന് ഈ സംഭവത്തിനെ കാണാം. കൂടെ എനിക്ക് ആ അമ്പലം കാണണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കാലം അവിടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ അമ്പലം നല്ല രസകരമായിട്ട് താഴെ കാണാം. അപ്പോൾ അത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അതാ ഞാൻ ഈ റൂട്ടൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് പോയി തോന്നുന്നു? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ബോബിക്ക് എന്നാ തോന്നുന്നു ഈ റൂട്ടിൽ കയറിയിട്ട്? നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സുരുളിയുണ്ട്, പിന്നെ തേനിക്ക് സൈഡിലോട്ടൊക്കെ പിടിക്കുവാണെങ്കിൽ കമ്പക്കര വാട്ടർഫോൾസ് ഉണ്ട്. എല്ലാം നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ റൂട്ടുകളാണ്. നേരെ മേളിൽ കാണുന്നത് നമ്മുടെ രാമക്കൽമേട്. നേരെ ആ കുത്തനെ മല കാണുന്നതാണ് രാമക്കൽമേട്. എല്ലാവരും ആ മലയുടെ മേളിൽ നിന്നിട്ടാണ് താഴോട്ടുള്ള വ്യൂസ് കാണുന്നത്. അപ്പൊ താഴെ കാണുന്ന ആ കൃഷിയിടങ്ങളിലെ ആ കൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലോ നമ്മൾ എവിടെ നോക്കിയത്? ഇതുണ്ടോ? അതാ നമ്മൾ അതിന്റെ മേളിൽ നിന്നാണ് നോക്കുന്നത് രാമക്കൽമേട്. അതിന്റെ മണ്ടേ നോക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉള്ള ഏരിയയിലോട്ട് പോലും തമിഴ്നാടിന്റെ റോഡ് ഒന്നും പറയാനില്ല. ഇത്ര ഉള്ള ഏരിയ ആണ്, അതിന്റെ അകത്ത് തമിഴ്നാടിന്റെ റോഡ് പണിതിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നാണ്. ഞാൻ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ ഇവിടെ ഒത്തിരി വീടുകളോ കാര്യങ്ങളോ അടിപൊളി കാറ്റ് വീടുകളോ കാര്യങ്ങളോ കൃഷി മാത്രമേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. നമ്മുടെ സ്ഥലത്ത് എന്നെ ഗിഫ്റ്റാണ് സമ്മാനിച്ചിരിക്കുന്നത്. ജൂലൈ മാസത്തെ
അടിപ്പാലത്തിൽ ഒരു ഹിഡനായിട്ടുള്ള ഒരു വാട്ടർഫോൾ, അതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയത്തില്ല, ഒരു ഹിഡൻ വാട്ടർഫോൾ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഈ മരം നല്ല രസമുണ്ട്. ഇത് തന്നെ ഇവിടെ നമ്മളേതായാലും ഫസ്റ്റ് അവിടെ വരുന്നത്. പക്ഷെ എനിക്കൊന്ന് വേനലിലൊന്നും വന്നാൽ നമുക്ക് അത്രയ്ക്കൊരു ഒരു ഇതില്ല. പിന്നെ ഒട്ടും ക്രൗഡ് ഇല്ല കേട്ടോ, ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ. ഞങ്ങൾ മാത്രമുണ്ട് ഈ വഴി. നമ്മള് പോകുന്ന വഴിക്കാണേലും ധാരാളം ആൾക്കാരുണ്ട്. അവിടെ ടെൻറ്റ് കിടക്കാം, അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിലൊന്നും അല്ല പറഞ്ഞു. ജസ്റ്റ് ഈ സ്പോട്ട് ഒന്ന് കണ്ടുവെക്കുക, കണ്ടുവെച്ചിട്ട് ഇന്നത്തെ ദിവസം നല്ല നമ്മൾ ടൈം എടുത്ത് എല്ലാ ദിവസം രാവിലെ വരണം, വന്നൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലത്തെ മഴക്കാലങ്ങളിൽ വന്നു വേണം ഇവിടെ അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാൻ എക്സ്പ്ലോർ ചെയ്യാം, നമ്മൾ ശാന്തിയായിട്ട് ഇരിക്കാം, പീസ്ഫുൾ ആയിട്ട് ഇരിക്കാം. എന്താ പറയുക, അതാണ് ഞാൻ നോക്കിയിട്ട് ഈ സ്ഥലത്തിന് എനിക്ക് ഏറ്റവും തോന്നിയത്. അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പക്ഷേ ഇത് അത്യാവശ്യം വന്നാൽ കൊള്ളാൻ തോന്നിയ സ്ഥലമായിരുന്നു. എന്താണെന്ന് കൊള്ളാം. രാമക്കൽമേടാണ് ഇത് ഈ കാണുന്നത്, രാമക്കൽമേട് പാറ. ഇവിടുന്ന് അവിടം വരെയുള്ള വഴി താളം നല്ല ഒരു സെറ്റ് ഇருக்கு. അവിടം വരെ ഉള്ളു. പിന്നെ വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്നാ കൃഷിയാണ് ഇത്? അവിടെ പയറ് പയറ്. പിന്നെ ഇവിടെ കരിക്കാണോ? കരിക്കാണോ? ചേട്ടൻ്റെ വീട് വഴി, ചേട്ടൻ്റെ വീട് ബോംബെയാണ്. അപ്പൊ ഇവിടെ കൃഷി സ്ഥലമുണ്ടോ? ഇവിടെ വേറെ വീടും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. പേരെങ്ങനെയായിരുന്നു? സുരുളി. அந்த ஃபால்ஸ் சுருளி கரெக்டாக அது சாமி ஒரு சுருளி ஆண்டவர். இந்த பக்கத்தில் ஒரு கோயில் இல்லையா? கோடிலிங்கேஸ்வரம். அது பக்கத்தில் இருக்கு. நான் போயிருக்கேன். அந்த கோயிலுக்கு பேரு என்ன? சாமி பேரு நல்லா இருக்கு. இங்க எல்லாம் நிறைச்சு ஆளுக்கு சுருளி கடை முழு பேர் சுருளிநாதன். நல்லா இருக்கு. நான் இந்த ஏரியால ஃபர்ஸ்ட் டைம் தான் வந்திருக்கு. நிறைய இங்க அம்பலம் நான் அது ஒன்று பார்க்கணும். அது വർഷത്തിൽ ഒരു വാട്ടി தானே. அது புரட்டாசி மாசம் ஒரு மாசம். മലയാളത്തിൽ തന്നെ മലയാളത്തിൽ உள்ள போறியா? உள்ள போறியா? வண்டி உள்ள கொண்டுட்டா சரியான பார்த்தே. நீங்க போனோம்னா இங்க போய் நீங்க பெரிய தரிசனம் மழை எவ்வளவு கொஞ்சம் யாரு வண்டியே உள்ள அந்த மாதிரி ഞങ്ങൾ ഇന്നേക്ക് കാത്തിട്ട് പോകും. ഒരു വാട്ടി വരണേ. இந்த ക്ലൈമറ്റ് വന്നാലേ நல்லா இருக்கு. ഇവിടെ பால்ஸ் ஒன்று இருக்கு. இல்லாட்டி பால்ஸ் நல்லா എല്ലാ പ്രശ്നങ്ങളും രാമക്കൽമേടിൻ്റെ മേളിൽ നിന്നിട്ട് ആ വിഷ്വൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും. ഞാൻ എപ്പോഴും ഈ ഒരു മലയുടെ മേളിൽ കയറി നിൽക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ താഴ്വാരത്ത് എന്നാലും ഒരു ദിവസം വരണം. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ താഴ്വാരം ഇവിടെ ഒബ്സർവേറ്ററി ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഗൂഗിളിനകത്ത്. പക്ഷെ അതൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്താണൊരു തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ റേഞ്ചിലാണ് ഇതെല്ലാം കിടക്കുന്നത്. കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു അമ്പലം, ആ അമ്പലമാണ് എനിക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്തത്. ആ അമ്പലം അവിടെ കൊണ്ട് വഴിയും തീരുക. പക്ഷേ അങ്ങ് വരെ നല്ല പക്ക ടാറിങ് റോഡ്. മേളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്ര നല്ല ടാറിങ് റോഡ്. കറക്റ്റ് ഇതാണ് നമ്മൾ എല്ലാവരും കയറിയിരിക്കുന്ന രാമക്കൽമേട് ആ ഒരു മല. ഈ ഒരു മല ഇത് രാമക്കൽമേടിന്റെ ടോപ്പാണോ? ഇത് രാമക്കൽമേടാ. ഇതിന്റെ മേളിൽ നിന്നാണ് നമ്മൾ ഈ ന്യൂസ് എല്ലാം കാണുന്നത്. പക്ഷേ സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അത് ആ രംഗനാഥൻ കോവിലാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പോയത്. അപ്പോൾ കണ്ടിട്ട് നമുക്ക് പറയാം ബാക്കി. ടാറിങ്ങിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. ഇപ്പോൾ ഇത്ര ഉള്ള ഏരിയയിലോട്ടൊക്കെ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ ടാറിങ്ങാണ്. പക്ഷെ തമിഴ്നാടിൻ്റെ ആ ഒരു കാര്യത്തിലുണ്ടല്ലോ, ടാറിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടാറിങ്.
അമ്പലത്തിൽ ശംഖു എന്ന് വെച്ചൊക്കെ നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കും. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഈ തവണ നമുക്ക് തമിഴ്നാട് സമ്മാനിച്ചത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുള്ളൂ. ശ്രീരംഗനാഥം ടെമ്പിൾ. ഇതാണ് സ്പോട്ട് കേട്ടോ. ഇതാണ് അമ്പലം ക്ലോസ്ഡ് ആണ്. പക്ഷെ അവിടെ എവിടെയോ ഒരു മണിയടിയോ ഒരു പൂജയും ഒരു ശംഖുവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കത് നോക്കാം. നമുക്ക് ആദ്യം അമ്പലം ഒന്ന് കണ്ടു നോക്കാം. വളരെ ശാന്തസുന്ദരമായിട്ട്, വളരെ കാമാൻകോയിട്ടായിട്ട് നമുക്കൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടൊരു അമ്പലം. ശ്രീരംഗനാഥൻ്റെ ഒന്നും പറയാനില്ല. ഈ മലയടിവാരത്ത് ഇതുപോലത്തെ ഒരു അമ്പലം, അതിൻ്റെ ഒരു ഭംഗി വളരെ. ശ്രീരംഗനാഥൻ ഒരു ബാത്റൂംസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടോ. പക്ഷെ ഇതൊന്നും ഓപ്പൺ, എനിക്ക് തോന്നുന്നു ഇവരുടെ ആ തിരുവിഴയുടെ സമയത്ത്, ഉത്സവത്തിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ഓപ്പൺ ആവുന്നത്. നമുക്ക് ജസ്റ്റ് 2 സ്റ്റെപ്പ് കയറി നോക്കാം. വളരെ കാമാകും കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് രാമക്കൽമേട് വ്യൂ പോയിന്റ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, അമ്പലം ക്ലോസ്ഡ് ആണ്. ഈ ഒരു സമയത്തെ അമ്പലം തുറക്കത്തുള്ളൂ. അതെ, ഇവിടെ നോക്കിക്കണ്ടോ ആ ഒരു രാമക്കൽമേട്. അവിടെ ഇതേ രാമനും ലക്ഷ്മണനും ഹനുമാനും എല്ലാവരുടെയും ഇതുണ്ട് ഇവിടെ. അമ്പലത്തിനകമാണേലും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരു കയറി കാണാൻ നമുക്കൊരു പ്രാവശ്യം കൂടി പറഞ്ഞു. ഇതിനകം മൊത്തം ചുറ്റിനും വേപ്പുമരങ്ങളും കാര്യങ്ങളും ഒക്കെ നട്ടേക്കുന്നത്. പിന്നെ അതേ ഒരു പിള്ളയാറിൻ്റെ ഒരു ഇലയും കൂടി താഴെ ഇരിപ്പുണ്ട്. ഗണപതിയാന്ന് തോന്നുന്നു ഇരിപ്പുണ്ട്. പിന്നെ ഇത് പുറകോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. കണ്ടാലേ നമുക്ക് ആ ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ കുറച്ച് അവരുടെ ഫോറസ്റ്റിൻ്റെ വാണിങ്ങും സൈനും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും, നമുക്ക് കയറാൻ പറ്റത്തില്ലായിരിക്കും. നമ്മൾ അതിൻ്റെ തൊട്ടൊന്നും കയറുന്നില്ല. നമുക്ക് ഉത്സവ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് മാക്സിമം ഒന്ന് കയറാൻ, കാണാൻ അടിപൊളിയാണ്. അത് നമുക്ക് ഈ ജസ്റ്റിൻ്റെ ടെമ്പിൾ ഉണ്ടായിരിക്കും. പഴക്കമുള്ള അമ്പലം തോന്നുന്നു കണ്ടിട്ടല്ലേ. തറയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നേറ്റീവ്സുമായിട്ടൊക്കെ സംസാരിക്കേണ്ടതായിരുന്നു. അത്യാവശ്യം പഴക്കമുള്ള അമ്പലമാണെന്ന് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട്. കൊള്ളാം. എന്താണേലും ഇത്ര ഉള്ള ഏരിയയിൽ തമിഴ്നാടിൻ്റെ ഒരു അമ്പലം ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. അതും ജനങ്ങളൊക്കെ വന്നാൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഉത്സവ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ബാത്റൂംസും കാര്യങ്ങളൊക്കെ അപ്പം നല്ല രീതിയിൽ ഇവർ വൃത്തിയാക്കുമായിരിക്കും. സ്ഥിരമായിട്ട് ഇവിടെ ആൾ വരത്തില്ലാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന കാര്യം. ഇത് നമ്മുടെ ആ ഇപ്പം രംഗനാഥ അമ്പലം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് വഴിയും കൂടി ഉണ്ട് മുന്നോട്ട്. അവിടം കൊണ്ട് ആ വഴി കഴിയുക. അപ്പം എനിക്ക് തോന്നി തമിഴ്നാട്ടിലെ ആൾക്കാർ മാക്സിമം ചെയ്യാവുന്നിടത്ത് എല്ലായിടത്തും നല്ല രീതിയിൽ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ മലയുടെ ചോട് വരെ എല്ലായിടത്തും വെട്ടി നല്ല വൃത്തിയായിട്ട് ഇവർ കൃഷി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും എല്ലാം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊന്നും ഇത്രയും നല്ല രീതിയിൽ ഇവിടെ കൃഷി ഇറക്കാൻ പറ്റത്തില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല രസമുള്ള സ്ഥലം കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊക്കെ വേണം പറയാം. ഇതാ ഇവിടുത്തെ നേറ്റീവ്സ് നമ്മളോട് പറഞ്ഞ ഒരു ഷെഡ് ഇതാ. ഈ ഷെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാറ് വരെ കയറ്റിയിട്ട് നിൽക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അതായത് കോമ്പയിൽ നിന്ന് പോരുന്ന ഈ രംഗനാഥം ക്ഷേത്രം കാണാൻ വരുന്ന വഴി കാറുകൾക്കൊക്കെ ഇവിടം വരെ വരാൻ പറ്റത്തുള്ളൂ. ഇതിന് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ഇവിടം കൊണ്ട് ഈ വഴി കഴിയുക. ഇത് പക്ഷേ ഈ മലയൊക്കെ നടന്നു കയറുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ സുഖമായിട്ട് വലിയ ദൂരം പോകാതെ എത്താൻ പറ്റും. എളുപ്പത്തിൽ കയറി എത്താൻ പറ്റും. അതിന് ഇവിടുത്തെ നേറ്റീവ്സൊക്കെ പോകുന്ന വഴികൾ കാണുമായിരിക്കും. ഇത് ഇനി ഒരാളെ കണ്ടാലും നമുക്കിതൊന്നും ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഏതായാലും ദിവസമായിട്ട് ആൾക്കാരൊന്നുമില്ല വലിയ. இது நம்ம பட்டாசிலம் கோயில் இருக்குல்ல, அப்போ வந்து இது அந்தி நடக்கும். சாப்பாடு சமைச்சு சமைச்சு நிறைய ஆள் வரும். ஆள் ஏகப்பட்ட ஆள் வரும்.
കേരളം മലയാളി எல்லாமே வரும் எல்லாமே வரும் அந்த குழப்பமும் அதனால ഇവിടെ സേഫ് ആണോ? ക്യാമ്പിംഗ് ഒക്കെ സേഫ് ആണോ? ക്യാമ്പിംഗ് വരുന്ന ആളെല്ലാം തലേനാൾ വന്നിങ്ങ തങ്ങുമോ? தங்காது அப்பப்போ போயிடும் ஆள் போயிடும். தண்ணிയൊക്കെ എങ്ങനെയാണ് വരുന്നത്? இங்க கிருஷி பண்ணதுக்கு அப்போ சாப்பாடு அங்கேருந்து கொண்டு வந்துடுவாங்க தண்ணி. ஊர்லேருந்து கொண்டு வந்து நம்ம பெரிய டிப்பா இருக்குல்ல, டிப்பா கொண்டு வந்து இறக்கிடுவாங்க. அல்ல இங்கே நம்ம கிருஷி இல்லை, கிருஷி அதாவது விவசாயம் அதுக்கு தண்ணி. இதுக்கு தண்ணி வந்து நம்ம அந்த அங்கே தொட்டி இருக்குல்ல, அது வந்து கொண்டு வந்து சேர்த்துட்டுருவாங்க. இந்த இங்கே தொட்டி பைப் இருக்கு, இல்லை பைப் இல்லை, நம்ம தூக்கி போட்டு வரணும். தூக்கி கொண்டு வர கேணில் கொண்டு வரணும். பெரிய கேணு கஷ்டந்தே பரவாயில்ல. அதான் தொட்டி அங்கே இருக்கு, தண்ணி இருக்கு. இருந்தா അമ്മയുടെ പേരെന്നാ? പേര് சுகுமார். സുകുമാർ. കോമ്പയാ വീട്? கோம்பை. இந்த தண்ணி போய் போயிடு அப்படி போயிடா. இந்த தொட்டியில் தண்ணி ஃபுல்லாக ഇതെങ്ങനെ വരും തണ്ണി? இந்த தண்ணியா? ഓ ഇത് இது இவ்வளோ தண்ணி മലമേലേക്ക് இது தண்ணி அப்படியே வெளியே போய் அது ஸ்டோர் ஆகிட்டு நின்றுக்குவேன். ஆளுங்க மோந்து கொண்டு போய் அங்கே காட்டு வச்சுக்குவாங்க. என்னக்க போட்டிருக்கேன்? பட்டாணி போட்டிருக்கேன். அவரை என்ன பட்டை அவரை ഗ്രീൻ പീസ് മട്ടർ இதே பூராமே அப்படியே போட்டுட்டு സീസൺ മാറ്റി பண்ணுமா? இல்ல ஒரே சீசன் ஒரே விவசாயம். മട്ടർ അവിടെ ഗ്രീൻ പീസിന്റെ വേറെ രാജ്മ പോലത്തെ வந்து பூரா இப்போ தெரியல, பூராமே விவசாயம் தான். மேலிந்த பார்த்தாலே தெரியும். ஆமாம். இப்போ வந்து மழை பெய்தால புழு இருக்கு. அதனால இப்போ பூ தெரியல. நம்ம கொஞ்சம் ഇതും തെങ്ങും தென்னை மரம் மாமரம் പുളി വ്യവസായമാണോ? പുളി ഇത് புளியா വ്യവസായം. പുളിയുടെ കൃഷി, മട്ടറിന്റെ കൃഷി, പിന്നെ ഇത് നമ്മുടെ തെങ്ങ്. കൊള്ളാല്ലേ? വേറെ എന്താவது പന്നി ഏதாவது தண்ணி இருக்கு. പന്നി அது ஏகப்பட்டது இருக்கு. ഗവൺമെന്റ് எல்லாமே நல்ல சப்போர்ட்டா இங்க? கவர்மெண்ட் வந்து நமக்கு நாட்டில் இது வந்து முதல் வந்து கடலை விவசாயம் பார்ப்போம். கடலை விவசாயத்தையும் பூரா பார்த்த பிறகு கடல் விவசாயம் பார்ப்பது. அது வந்து பன்னி கூடுதலா நம்ம காவலுக்கு நைட்டு போல ஆள் எப்பயும் இதே மாதிரி இருக்கு. வேணும் லைட்டு போட்டு லைட்டு போட மாட்டான். இங்கே உட்காந்துருப்போம் காட்டில். ஆள் எப்போ பார்த்தாலும் இங்கே நிற்க ஆள் பூரா குத்து அப்போ ஆள் நிற்கும். அங்கே வரைக்கும் பூரா சத்தம் போட்டு ராத்திரி வேலை சத்தம் போட்டு. ஆமாம், அதனால அந்த கடலை போடுறது விட்டாச்சு. പന്നി പ്രശ്നം കാരണം കടന്നു പന്നിനെ കൂടുതൽ. இப்போ கொல்லப்பண்ணி வந்து இறந்து போச்சு. இந்த நோய் மாதிரி வந்து கொல்லப்பண்ணி இறந்து போச்சு. ஆனால் இருக்கு ஏகப்பட்டது இருக்கு. ஒரு 8 மணி 9 மணிக்கு வந்தாச்சுன்னா அதுதான் മൂന്നാർ മലയാ? இல்லை அது வந்து போடிமட்டு. அது மொத்தம் போடிமட்டும். அது போடிமட்டு. இது வந்து ராமக்கல் மெட்டு. இது கண்டு போயிட்டு கூட கம்பம் மெட்டு. அது கும்பளி. அவ்வளோதான். இது வந்து அந்த நம்ம சாக்குடுத்து மெட்டு இருக்குல்ல, அந்த மலை போடிமேடுக்கு அப்புறம் இப்போ கூட சாக்குடுத்து மெட்டு. ஆமாம், பண்ணப்புறத்தில் போய் நேராக போகலாம். നൈറ്റ് എന്തെങ്കിലും പോരുന്നത് നിങ്ങളുടെ പ്രശ്നമൊന്നും? ഒന്നും പ്രശ്നമില്ല, കുഴപ്പമൊന്നും. സേഫാ? പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇൻഫർമേഷൻ തന്നത് അണ്ണനാണ്. അണ്ണൻ്റെ പേര്? സുകുമാരൻ. ടാറ്റ. നമുക്ക് ഈ സ്ഥലത്ത് നമുക്ക് ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും എത്താൻ കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല.
നമുക്ക് ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും വരാം. അത്ര നല്ല വഴിയായത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് വണ്ടി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാം. അത്യാവശ്യം വണ്ടി പോകാനുള്ള നല്ല വീതിയുള്ള വഴിയും കാര്യങ്ങളും ഒക്കെയാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ്. നമുക്ക് വണ്ടിയൊക്കെ വളരെ തീരെ കുറവാണ് ഈ റൂട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തരം വണ്ടി വേണമെങ്കിലും, ചെറിയ വണ്ടിയാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും വരാൻ പറ്റും സുഖമായിട്ട്. നല്ല റോഡാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ഈ റൂട്ടിലോട്ടുള്ള ബെസ്റ്റ്. പിന്നെ വൈകിട്ടൊക്കെ വേണമെങ്കിൽ ടെൻ്റ് അടിച്ച് കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ടെൻ്റൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെൻ്റ് അടിച്ച് വേണമെങ്കിൽ കിടക്കാം വൈകിട്ട്. പക്ഷേ വരുമ്പോൾ ഒരു ടീമായിട്ടൊക്കെ വന്ന് കിടക്കുവാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ വൈകിട്ടൊന്നും പിന്നെ ഇവിടെ ആളും ഒന്നുമില്ല. ക്യാമ്പിങ്ങിന് വരുവാണെങ്കിൽ കടകളൊന്നുമില്ല ഈ ഏരിയയിലോട്ട്, ഒരു കടകളും ഇല്ല. അപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ വരുവാണെങ്കിൽ അതുപോലെ നമ്മൾ സെറ്റായിട്ട് വന്നാൽ നമുക്ക് വേണമെങ്കിൽ നല്ല സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പം ഒരു വീഡിയോസ് ഒന്നും എടുക്കണം അങ്ങനത്തെ ഒരു പ്ലാനിലായിട്ടൊന്നും പോയൊന്നുമല്ല. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അത് ഇത്രയും വലിയ ചിലവുള്ള ഒരു ചെറിയ അമ്പലം അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ശംഖും കാര്യങ്ങളും ഒക്കെ വിളിക്കുന്നതൊക്കെ ഒരു അമ്പലം അവിടെ ഉണ്ട്. നല്ല അടിപൊളി വഴിയാണ്. ഈ അമ്പലവും ഒരു രക്ഷയില്ല. നമുക്ക് അത്യാവശ്യം നല്ല മനസമാധാനത്തിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം, നല്ല കാറ്റും. ഇനിയിപ്പം ഇവിടുന്ന് ഈ ബോർഡ് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. അതായത് എത്ര കിലോമീറ്റർ ഇനി നമുക്ക് കമ്പം തേനിക്കില്ല. അത് ഈ അമ്പലത്തിൻ്റെ ഇവിടുന്ന് നമുക്ക് കമ്പത്തിന് കറക്റ്റ് 21 കിലോമീറ്റർ കണ്ടോ. 21 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കമ്പം പിടിക്കാം. ബോഡി വെട്ടിനാണെങ്കിലും ബോഡിക്ക് 32 കിലോമീറ്റർ. തമ്പാളയം, ദേവാരം. നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് ഞങ്ങളൊന്ന് പോയി നോക്കാം. വേറെ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. നല്ല രണ്ട് സൈഡിലും തെങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രണ്ട് സൈഡിലും നല്ല തെങ്ങും തോപ്പാണ്. അത് തന്നെ നല്ലൊരു വിഷ്വലാണ്. അതും ഈ ഒരു നല്ല നിവർന്ന് കിടക്കുന്ന ഒരു വഴിയും അതിലെ കൂടി വണ്ടി ഓടിച്ചൊരു പോക്കും. ബൈക്കാണ് ഇച്ചിരി സൂപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയൊരു മുന്തിരിപ്പാടം ഒക്കെ ഉണ്ട് സൈഡിൽ. ഇത് മൊത്തം പയറാകട്ടോ കൃഷി ചെയ്തത്. വേറെ തെങ്ങും പയറും മുന്തിരിയും അങ്ങനത്തെ കൃഷികളവിടെ കൂടുതലും. നേരത്തെ ഇവിടെ നിലക്കടല കൃഷി ഉണ്ടായിരുന്നു. പന്നിയുടെ ശല്യം കാരണം നിർത്തിയതാണെന്നാണ് മറ്റേ ആ മുമ്പേ കണ്ട ചേട്ടൻ പറഞ്ഞത്. സുരുളിച്ചേട്ടൻ മനസ്സിലായോ? അത് കൊള്ളാല്ലേ. ഇതിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടി വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഈ ഒരു പുളിമരത്തിൻ്റെ ചോട്ടിയിട്ട് ഇറങ്ങിയിട്ട് ആ പുള്ളിയുടെ ചോട്ടിലൊന്ന് പോയി എന്താ കൊള്ളാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. അല്ലേ സ്വർഗം പോലെ ഒരു പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര സമാധാനവും ശാന്തിയും. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വലിയ മനസ്സൊന്നും തോന്നുന്നില്ല അല്ലേ? കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു മൂഡാണ്. കാര്യം നമ്മളൊക്കെ എല്ലാവരും വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിനിടയ്ക്ക് ഇതുപോലത്തെ യാത്രകളൊക്കെ ചെയ്തൊന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ വർക്കിൽ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പവറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ യാത്രകളൊക്കെ
ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് ചെയ്യാനും അതിനൊക്കെ ഒരു നല്ല പ്രചോദനമാണ് ശരിക്കും പറഞ്ഞ യാത്ര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്. പിന്നെ ഒരു സന്തോഷം, സമാധാനം, ഒരു എനർജി. പിന്നെ എപ്പോഴും നമ്മൾ കാണാത്തൊരു പുതിയ സ്ഥലം കണ്ടുപിടിക്കുമ്പോഴല്ലോ അതിന് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ കാണാത്തൊരു പുതിയ സ്ഥലം പോയി കാണുമ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് വേറൊരു ലെവൽ എക്സൈറ്റ്മെൻറ്റാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളൊരു പ്രാവശ്യം ഒരു മഴയുള്ള സീസണിൽ വന്ന് നോക്കും, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു നിങ്ങൾക്ക് എല്ലാവർക്കും രസിക്കണം, നല്ല വിഷ്വലൊക്കെ കാണണം, നല്ല നമ്മുടെ കൃഷി, അതായത് നെൽകൃഷി കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുർലിക്കും പോയി നോക്കും. സുർലിയിലോട്ടുള്ള പോക്കും ഇതുപോലെ നല്ല നെൽകൃഷികളൊക്കെ കണ്ട് അതിൻ്റെ അതുകൂടെ പോകാം. അതൊരു നല്ല റൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെയുള്ള റൂട്ടാണ് കമ്പക്കര വാട്ടർഫോൾസ്. ഇതെല്ലാം ഈ കമ്പം, തേനി ജില്ലകളുടെ അകത്തുള്ള സ്ഥലങ്ങളാണ്. കമ്പക്കര വാട്ടർഫോൾസിലോട്ട് പോക്കും വളരെ രസകരമായിട്ടുള്ള പോക്കാം. മൊത്തം മാന്തോപ്പും കാര്യങ്ങളുമാണ്. അപ്പോൾ കമ്പക്കര വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് നമുക്ക് കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഒരു കട്ട് റോഡ് എന്ന് പറഞ്ഞൊരു റോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ വേണമെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ പോകാം. കമ്പക്കരയൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ നല്ല അടിപൊളി റൂട്ട്. എനിക്കിതുപോലെ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളുടെ, തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങൾ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്പോട്ടുകൾ ഞങ്ങൾ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കിട്ടുമ്പം നമുക്ക് പോയി കാണാം. അപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടൈം കിട്ടുമ്പോൾ പോയി നല്ല നല്ല സ്ഥലങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അത് വേറൊരു പവറായിരിക്കും കേട്ടോ. ഈ ഒരു കവലയിൽ നിന്ന്, അതായത് ഈ ഒരു കവലയിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ടത് അങ്ങോട്ട് പോകാൻ വേണ്ടി. അതിന് മുമ്പ് ഇവിടെ ഒരു കോവിലുണ്ട്. ഇത് ഈ കോവിലിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. കോവിലിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിന് മുമ്പ് ഇതേ ഒരു മുത്തൂട്ടിൻ്റെ ഇതുണ്ട്. അത്യാവശ്യം നല്ല വലിയ അമ്പലങ്ങളാണ് കേട്ടോ. മുത്തൂട്ടിൻ്റെ ഇതുണ്ട്. കോമ്പൈ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, കോമ്പൈ. അപ്പം കോമ്പൈ എന്നാണ്. കോമ്പൈയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ മതി. ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഈ കോമ്പൈ നോക്കിയിട്ട് അവിടുന്ന് നിങ്ങൾ ഉള്ളിലേക്ക് കയറുന്ന റോഡാണ്. അപ്പോൾ ശകലം ഒരു കൺജസ്റ്റഡ് ആയിട്ട് റോഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് വിട്ടു പോകാം, ഒരു പ്രശ്നമില്ല. നല്ല ഇച്ചിരി ഉള്ളേരിയയാണ് കോമ്പൈ ഒക്കെ. തേവാരം ബോഡി റൂട്ട് അത് നോക്കിയാൽ മതി. കോമ്പൈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് തന്നെയുള്ള വഴി ബസ് സർവീസൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടല്ലേ, ബസ് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോമ്പൈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് കിടക്കുന്ന വഴി തന്നെ മുന്നോട്ട്